ഓക്കെ, പിന്നെ വരുന്നൊരു കാര്യമാണ് നമ്മൾ കേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ നിന്ന് തീർച്ചയായിട്ടും നമ്മൾ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാം. ഫീഡ്ബാക്ക് നമ്മളടുത്ത് ചോദിക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു താങ്ക് യു മെസ്സേജ് അയക്കുക, നിങ്ങൾ ഓർഡർ ചെയ്തതിന് താങ്ക്സ്, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും ഞങ്ങൾ അറിയിക്കണം, ഫീഡ്ബാക്ക് അറിയിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് അറിയിക്കാനുള്ള ഒരു മെസ്സേജ് നമ്മൾ അവർക്ക് കൊടുക്കുക. അതല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് തന്നെ അവരുടെ അടുത്ത് പറയാം, നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് പറയണട്ടോ എന്ന് പറയാം. കഴിച്ചിട്ട് ഫീഡ്ബാക്ക് പറയുന്ന പറയുമ്പോൾ അവർ പറയും, 90% കസ്റ്റമേഴ്സും പറയും കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ നിന്നുള്ള ഫീഡ്ബാക്ക് നമ്മൾ കളക്ട് ചെയ്യുക. അതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ഫീഡ്ബാക്ക് ആണ് നമുക്കും ഒരു ആത്മവിശ്വാസം തരും, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും. ഇപ്പൊ നല്ല ഫീഡ്ബാക്ക്, ഇപ്പൊ നമുക്കറിയാം നമ്മൾ നല്ല ക്വാളിറ്റി ഐറ്റംസ് മാത്രമേ അവർക്ക് കൊടുക്കണുള്ളൂ. അപ്പൊ അതുകൊണ്ട് നല്ല ഫീഡ്ബാക്ക് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക, അത് നമുക്ക് ഷുവർ ആണ്. എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മളൊന്ന് കളക്ട് ചെയ്ത് നമുക്ക് ജസ്റ്റ് നമുക്ക് ആ ഒരു മൈൻഡിന് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ അവരിപ്പോ ഒരു നല്ല സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരും എന്ത് ചെയ്യും, അത് അടുത്ത ആളോട് പറയും, അല്ലേ അവിടുന്ന് വാങ്ങിച്ചിരുന്നു നല്ല കേക്കാണ്, നല്ല ഐറ്റം ആണ് എന്ന് പറയും, അല്ലെ. അപ്പൊ അതുപോലെയുള്ള ഫീഡ്ബാക്ക് നമ്മൾ കളക്ട് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഫീഡ്ബാക്ക് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചെങ്കിൽ ആ ഒരു ഫീഡ്ബാക്ക് നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിക്കിന് പ്രസന്റ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, സ്റ്റാറ്റസ് ആയിട്ടോ അതല്ലെങ്കിൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാം. ഇങ്ങനെ എന്ത് ചെയ്യുക, അപ്പൊ പബ്ലിക് ആ ഒരു ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് നമ്മളിൽ അട്രാക്ട് ആവുന്നത്. ഇപ്പോൾ എനിക്കറിയാം, എൻ്റെ ഒരു ഗൂഗിളിന്റെ പേജിൽ, റാലിസ് കേക്കിന്റെ പേജിൽ നോക്കിയിട്ട് അതിൽ ഒരുപാട് റിവ്യൂസ് ഉണ്ട്. ഓരോരുത്തർ ഇങ്ങനെ കേക്ക് വാങ്ങിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ മെസ്സേജ് അയക്കും, ഇതെങ്കിലും റിവ്യൂ ഇടുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുമ്പോൾ അവരെന്ത് ചെയ്യും, അവർ വാങ്ങിച്ച ഐറ്റത്തിനെ കുറിച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു കേക്കിന്റെ ഇതിൽ നോക്കുമ്പോൾ ഒരുപാട് ഓർഡേഴ്സ് എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ റിവ്യൂസ് ഒക്കെ ഞാൻ വായിച്ചു, എല്ലാം നല്ല റിവ്യൂസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്യുന്നത്. ഞാൻ പാലക്കാട്ടിൽ നിന്നാണ്, കോഴിക്കോട്ട് നിന്നാണെന്ന് പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, കേക്കുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്താ വെച്ചെങ്കിൽ ഈ വാങ്ങിച്ച ആളുകൾ അവരുടെ ഫീഡ്ബാക്ക് അറിയിച്ചതാണ്. അവര് നെറ്റിൽ, അവർ ഓൺലൈനിൽ അവർ പോസ്റ്റ് ചെയ്യണം. അപ്പൊ ആ ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള ആളുകൾ നമ്മളിൽ അട്രാക്റ്റ് ആയിട്ട് നമുക്ക് ഐറ്റംസിന് ഓർഡർ തരുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം, നമ്മൾ ഇതിന് ഈ ഫീഡ്ബാക്ക് നമ്മൾ കളക്ട് ചെയ്യാം. അത് എന്ത് ചെയ്യാം, മറ്റുള്ളവരും കൂടെ അറിയുന്ന രീതിയിലാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പബ്ലിസിറ്റി അതിലൂടെ കിട്ടും.